ചിലപ്പോൾ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു വാദം ഉണ്ടായിരുന്നു. അങ്ങനെ ചികിത്സയ്ക്ക് ജിന്നിന്റെ രീതി അനുസരിച്ചുള്ള ഒരു ചികിത്സാ സമ്പ്രദായത്തെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് എന്താ വെച്ചാൽ KNM ഒന്നാമത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള KN മൗലവി അദ്ദേഹത്തിൻ്റെ ഫത്തുവകൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഈ ജിന്നുകൾ പല രൂപത്തിൽ നമ്മളെ ഉപദ്രവിക്കാനുള്ള സാധ്യതകൾ പറയുന്നിടത്ത് അതിനുള്ള പ്രതിവിധി എന്താണ്? പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഇവിടെ പല തരത്തിലുള്ള ജിന്ന് ചികിത്സ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പേരിൽ പല അന്ധവിശ്വാസങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ അതിനെയൊക്കെ എതിർത്തുകൊണ്ട് മുജാഹിദുകൾ ഇവിടെ സമൂഹത്തിൽ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല. അത് ഒരു വേള നമ്മളെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് അടക്കം എത്തിക്കും. അതിന് പകരം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെ വല്ല ഉപദ്രവവും, അതായത് നമുക്ക് മെഡിക്കൽ ആയിട്ടുള്ള ഒരു ആ നിലക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ്, അത്തരത്തിലുള്ള വല്ല പ്രയാസവും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ വല്ല പ്രയാസങ്ങളും ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന അവസരങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ഖുർആനിൽ പറഞ്ഞ പ്രാർത്ഥനകൾ, ഹദീസിൽ പറഞ്ഞ പ്രാർത്ഥനകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥിക്കുക. അപ്പോൾ പടച്ചവൻ നമ്മളെ സഹായിക്കും. ഇതിനെയാണ് നമ്മൾ ഈ ചികിത്സ എന്നൊക്കെ പറയുന്നത്. അത് ഒന്നുമില്ല, നമുക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു കാര്യം, അത് KNM നേതാക്കന്മാരടക്കം മുമ്പേ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വിസ്ഡം അത് പറയുന്നു എന്ന് മാത്രം. പക്ഷേ പിന്നെ ചില സംഘടനാപരമായ ഭിന്നിപ്പുകളും നമുക്കറിയാലോ, ഒരു സംഘടനാ ഭിന്നിപ്പുകളുടെ ഭയങ്കര കാലുഷ്യമായ അന്തരീക്ഷം ഉണ്ടാവുന്നു. ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ജിന്നിനോട് സഹായം തേടാന്ന് പറയുന്നവർ, ജിന്ന് ചികിത്സ കൊണ്ടുവരുന്നവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിങ്ങനെ ഒരു എന്താ പറയുക എക്സാജറേറ്റ് ചെയ്ത് അത്ര. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തൗഹീദിന്റെ റുഖിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും, നിങ്ങൾ ഇതിന് എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് നബീന്റെ ഒരു സുന്നത്തിൽ നിന്നുകൊണ്ടുള്ള ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ്. അല്ലെങ്കിൽ ആളുകൾ എവിടെ എത്താന്നറിയോ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, മജീദ് സലാഹിന്റെ അടുത്തോ അദ്രിമാൻ സലഫിന്റെ അടുത്തോ ഒരു ജിന്നബാധ എടുത്തൊരുത്തനെ കൊണ്ടുപോയാൽ അങ്ങനൊന്നും ഇല്ലായിരുന്നു ഒരു മടക്കിയേക്കും. നിങ്ങൾ നോക്കിക്കോ, ഒരു മടക്കിയേക്കും. വേണ്ട, അപ്പൊ റുക്കിയ ശറയ്യ അധികമൊന്നും പറയണ്ടല്ലോ. റുക്കിയ ശറയ്യ ഇപ്പോ നമുക്ക് നടപ്പിലാക്കാൻ എത്ര ആൾക്ക് ധൈര്യമുണ്ട്? അത് ശരിയാണ്, ശറയ്യായ മന്ത്രങ്ങൾ ശരിയാണ്. നമ്മളൊരു വീട്ടിൽ വെച്ചിട്ട് ഒരാൾക്ക് ജിന്നുബാധ ഉണ്ടായി, നമുക്ക് അവിടുന്ന് ഓതാൻ പേടി. അവിടെ ഒരു മടവൂരുണ്ട്, ഓനെ പ്രചരിപ്പിച്ചാളും. അവിടെ ഒരു കോക്കസേരുണ്ട്, ഓൻ പ്രചരിപ്പിച്ചാളും. അവിടെ ഓതണ്ട, അവിടെ കട്ടെ. പള്ളിയിൽ ചോദിയാൽ കണ്ടോ പുളിക്കല പള്ളിയിൽ ജിന്നിറക്കി എന്ന് മറ്റോ പ്രസംഗിക്കും കോക്കസേരം, അവ പേടി. പുളിക്കല മദ്രസയിൽ ജിന്നിറക്കി. എന്നിട്ട് പിന്നെ പച്ച മണം ഇവിടെ പുളിക്കലിനെ പറ്റിയൊക്കെ വലിയ ബെണ്ടെടുത്ത് അടിച്ചു പച്ച മണം ഇവിടുത്തെ മടവൂരി പറഞ്ഞു വരുത്തി. എന്നിട്ട് ഇവിടെ കോക്കസേര ഏറ്റുവാടി ഇവിടെ വലിയ മടവൂരികള് പച്ച മണയിൽ പറഞ്ഞു. അപ്പൊ നമുക്ക് പേടിയാണ്, ഇവരെന്തെങ്കിലും നുണ പ്രചരിപ്പിച്ചാലോ എന്നുള്ള പേടിക്ക് റുക്കിയ ശറയ്യ പള്ളിയിൽ വെച്ചും മദ്രസയിൽ വെച്ചൊക്കെ നടത്താൻ നമുക്ക് പേടിയാണ്. ഇനി എവിടെ വെച്ചാൽ നടത്താം? ആകാശത്ത് വെച്ചിട്ടോ? പള്ളിയിലെത്തിയ പള്ളിയിൽ ജിന്നിറക്കിയോ എന്ന് പറയും, മദർജ ജിന്നിറക്കിയോ. പിന്നെ ജിന്നിനെ ഇവിടുന്ന് ഇറക്കണ്ടേ? ജിന്ന് കയറുന്നപ്പോ നമ്മൾ സമ്മതിച്ച്, അതുകൊണ്ട് രോഗം ഉണ്ടാവുമെന്നും സമ്മതിച്ച്, അത് ഇറങ്ങിപ്പോയാലെങ്കിൽ ഇങ്ങനെ ഇറക്കണമെന്നും സമ്മതിച്ച്. പക്ഷെ എവിടെ ചേർക്കാൻ പാടില്ല. ഇങ്ങനെയുണ്ടൊരു കുടുക്ക്. അപ്പൊ ഞമ്മക്കങ്ങിട്ട് ഉൾക്കൊള്ളായിക. എന്നിട്ട് ഞാൻ പറഞ്ഞെന്ത്, ഒരു പള്ളിയിൽ റുഖിയ നടത്തുന്ന ഒരു ഇമാമാണെങ്കിൽ അയാൾ ആ പള്ളിന്റെ ഒരു ചെരു അതിനായിട്ട് മാറ്റി വെച്ച്. കാരണം ചിലപ്പോൾ റുഖിയ നടത്തുമ്പോൾ മൂത്രം വെച്ചു തരും, കാഷ്ടിച്ചു തരും, ഛർദ്ദിച്ചു തരും. അപ്പൊ അതൊരു കേന്ദ്രമായിട്ട് ആരും പേജാറാകണ്ട. അതൊരു ക്ലിനിക്കല്ല. റുഖിയ നടത്തുന്ന ഒരു വ്യക്തി, അയാൾ റുഖിയ നടത്തുന്ന ആളെ അയാൾ വീണ്ടും വെച്ചൊരു അയാളൊരു ഡോക്ടറെ അടുത്ത് പരിശോധിക്കാൻ ചെന്ന കൺസൾട്ടിംഗ് റൂം വേറെ തന്നെയാണ്. ഇവിടെ അപ്പുറത്താ പരിശോധന അറിയും അല്ലേ? അയാൾ ബെഡ്റൂമിൽ കൊണ്ടിട്ടാ പരിശോധിക്കല് അല്ലല്ലോ. അതുപോലെ റുഖിയ നടത്തുന്ന ഒരാൾ ഒരു റൂം അയാള് വീട്ടിൽ മാറ്റി വെച്ചാൽ അത് കേന്ദ്രം എന്നുള്ള മറ്റൊരു ബേജാറൊക്കെ നമ്മൾ ബേജാറാകേണ്ട ആവശ്യമല്ല. ഇത് എവിടെയെങ്കിലും വെച്ച് നടത്തണ്ടേ? അപ്പൊ അത് കണ്ടോ സക്കരിയ സലാഹി എല്ലാ പള്ളിയിലും ജിന്ന് കേന്ദ്രം തുടങ്ങണമെന്നാണ് പറയുന്നത്.